ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പേടി തോന്നുന്നൊരു അസുഖം തന്നെയാണ്. ഇപ്പോൾ പൂർണ്ണമായും മാറാനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ പല രോഗികളുടെയും കാര്യത്തിൽ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാരണവും. എങ്ങനെയാണ് സമൂഹത്തിന് ഈ പേടി മാറ്റാൻ സാധിക്കുന്നത്? അത്രത്തോളം ഭയക്കേണ്ട ഒന്നാണോ ശരിക്കും ക്യാൻസർ? ക്യാൻസർ എന്ന് പറയുന്നത് ആർക്കും വരാവുന്ന ഒരു അസുഖമാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കോശങ്ങളുടെ വളർച്ച അനിയന്ത്രിതമാകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ്. 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവര് ഒരു ബയോപ്സി എടുത്താൽ 1/3 ആൾക്കാർക്ക് അതിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടായിരിക്കും. ചിലർക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, അപ്പൊ നമ്മൾ അറിയുന്നു, മറ്റുള്ളവർക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നമ്മുടെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കി തന്നെ കുറെയൊക്കെ പേടി മാറും. പിന്നെ ഇത് അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാക്കി, അല്ലാതെ ഇത് എല്ലാ ക്യാൻസറും അപകടകാരി അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നൊന്നുമല്ല. ശാസ്ത്രം കുറേയധികം മാറിയിട്ടുണ്ട്. പ്രാരംഭ ദശയിൽ കണ്ടെടുത്തി കഴിഞ്ഞാൽ മാറാവുന്ന ഒരു അസുഖമാണ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇപ്പോൾ ഈ പല ക്യാൻസറുകൾക്കും പല ലക്ഷണങ്ങളാണല്ലോ. ഈ പൊതുവെ ഒരു ലക്ഷണം നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ ക്യാൻസറിനും ഒരുപോലെയുള്ളൊരു ലക്ഷണം അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയാനുണ്ടോ? കാരണം ഏതൊരു അവയവത്തെ ബാധിക്കുന്നു അതിനനുസരിച്ചാണ് ക്യാൻസറിന്റെ ലക്ഷണം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വായിലെ ക്യാൻസർ ആണെങ്കിൽ അത് വായിൽ ഒരു തടിപ്പായോ ബ്ലീഡിംഗ് ആയോ വരാം. ശ്വാസകോശത്തിലാണെങ്കിൽ ചുമയോ അല്ലെങ്കിൽ ബ്ലഡ് തുപ്പുന്നോ ആയി വരാം. കുടലിലാണെങ്കിൽ ബ്ലീഡിംഗ് ആയിരിക്കും. അങ്ങനെ ഏതൊരു അവയവത്തെ ബാധിക്കുന്നോ അവിടെ ഒരു മുഴ ഉണ്ടാകുന്നു, അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതാണ് ക്യാൻസറിന്റെ ഒരു പ്രാരംഭ ലക്ഷണം. പിന്നെ ക്യാൻസർ പല ഭാഗത്തേക്കും പടർന്നു കഴിഞ്ഞാൽ അവർക്ക് തൂക്കം കുറയുന്നത്, വിട്ടുമാറാത്ത പനി, ശരീരം ക്ഷീണിക്കുന്നത്, ഇങ്ങനെയുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.